പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ ഒരാളാണ് താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ശ്രീമാൻ M. സ്വരാജ്. അദ്ദേഹം മികച്ച ഒരു വാഗ്മിയാണ്. വളരെ സുസ്മേരവദനായി മാധ്യമങ്ങളെ പ്രതികരിക്കുന്ന ഒരു നേതാവാണ്. പണ്ഡിതോചിതമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ്. ഒരു വിഭാഗം അണികൾ അദ്ദേഹത്തെ ഭാവി സംസ്ഥാന സെക്രട്ടറിയായി പോലും കാണുന്നുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള M. V. ഗോവിന്ദൻ്റെ പത്രസമ്മേളനങ്ങൾ കൈവിട്ടു പോയപ്പോൾ ഏതാണ്ട് ഒരാഴ്ചക്കാലം M. V. ഗോവിന്ദന് പകരം തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിരുന്ന ഒരു നേതാവാണ് ശ്രീമാൻ M. സ്വരാജ്. അദ്ദേഹം ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററോ മറ്റോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല. നമുക്കറിയാം, ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ദയനീയമായി തോൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് M. സ്വരാജ്. ഒരു തവണ 2021-ലോ 2016-ലോ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. 2016-ലാണെന്നാണ് ഓർമ്മ. തൃപ്പൂണിത്തുറയിൽ നിന്ന് അദ്ദേഹം ഒരു തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, എനിക്കെൻ്റെ ഈ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, M. സ്വരാജ് എന്ന് പറയുന്ന ഈ നേതാവ് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഏറ്റവും വലിയ ബാധ്യതയാണ് എന്നാണ്. അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നത്. CPM എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിക്ക് ഒരു തരത്തിലും നേതൃത്വം കൊടുക്കാൻ ഉള്ള അർഹതയില്ലാത്ത ഒരു നേതാവാണ് ശ്രീമാൻ M. സ്വരാജ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇതിനു മുമ്പ് പല സമയത്തും അയാളെക്കുറിച്ചിട്ട്, അയാളുടെ വീഴ്ചകളെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അയാൾ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ താൻ പ്രമാണിത്വം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള വീഡിയോയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, അയാൾ അഹങ്കാരത്തിൻ്റെയും താൻ പ്രമാണിത്വത്തിൻ്റെയും താൻ പോരിമയുടെയും പ്രതീകം മാത്രമല്ല, നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന ഒരു നേതാവാണ് അയാൾ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ കാരണവും കൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാം. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ, കഴിഞ്ഞ ഞായറാഴ്ച VS, എനിക്കൊന്ന് 20-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ, VS-ന്റെ ചരമവാർഷികത്തിന് മുന്നോടിയായിട്ട് ഇറങ്ങുന്ന ദേശാഭിമാനിയുടെ ഒരു വാരാന്ത്യ പതിപ്പാണ് അന്ന് ഇറങ്ങേണ്ടിയിരുന്നത്. അതിൽ ഓർമ്മയിലുണ്ട് ഒരു കടലിരമ്പം എന്ന് പറഞ്ഞുകൊണ്ട് VS-നോട് വളരെ അടുത്ത് സഹകരിച്ചിരുന്ന ശ്രീമാൻ KV സുധാകരൻ എഴുതിയ ഒരു ദീർഘമായ ലേഖനം 1-ാം പേജിലുണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ച രാവിലെ തന്നെ വാർത്ത വന്നു. അതന്ന് പ്രസിദ്ധീകരിച്ചില്ല. അന്നത്തെ ദേശാഭിമാനിയിൽ സാങ്കേതിക തകരാറുള്ളത് കൊണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണം മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. അപ്പോൾ ആദ്യം അത് VS-ന്റെ ഓർമ്മകൾ പുതുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചാണെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. ഏതാണ്ട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതേ വാരാന്ത്യ പതിപ്പിൽ തന്നെ ഏതോ ഒരു എഴുത്തുകാരൻ എഴുതിയ, രാജേഷ് സിന്ധു എന്നങ്ങോട്ട് പറഞ്ഞിട്ട് എഴുത്തുകാരൻ എഴുതിയ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു ലേഖനം അതിലുണ്ടായിരുന്നുവെന്നും, VS-നെ കുറിച്ച് പോസിറ്റീവായിട്ടും VS-ന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്ന ആ വാരാന്ത്യ പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞൊരു ലേഖനവും കൂടി വരുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള താരതമ്യം ഉണ്ടാകുമെന്നും, ആ താരതമ്യത്തിൽ വിജയൻ വളരെ മോശക്കാരനാവുകയും VS നല്ലവനാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടും ആണ് ആ വാരാന്ത്യ പതിപ്പന്ന് ഇറങ്ങാതിരുന്നത് എന്നുള്ള വാർത്ത വന്നു. അതെല്ലാ മാധ്യമങ്ങളും വളരെ കാര്യമായിട്ട് ആ വാർത്ത ക്യാരി ചെയ്തു. അത് സത്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. എന്ന് മാത്രമല്ല, ആ വാർത്ത ദേശാഭിമാനിക്കകത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ അത് പുറത്താരും അറിയില്ല. ആ വാർത്ത ദേശാഭിമാനിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിനെ തുടർന്ന് നമ്മൾ അറിഞ്ഞു, ആ എഡിറ്റോറിയൽ പേജിൻ്റെ എഡിറ്ററായിരുന്ന KR അജയൻ എന്ന് പറഞ്ഞ ആൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എന്നുള്ള വാർത്ത വന്നു. അതും പുറത്തുനിന്നാണ് വന്നത്, ദേശാഭിമാനിക്കകത്തു നിന്നാണ് വന്നത്. അതിന് KR അജയൻ കൊടുത്ത മറുപടി ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വാർത്തയായി. 4 മണിക്കുള്ളിൽ മറുപടി കൊടുക്കണം എന്നായിരുന്നു തീട്ടൂരമെന്നും, അതിന് KR അജയൻ കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വന്നു. അതെല്ലാം ദേശാഭിമാനിക്കകത്തു നിന്നല്ലേ സുഹൃത്തുക്കളെ വന്നത്? അത് പുറത്തുനിന്നാണോ വന്നത്? അല്ല.
പിറ്റേ ദിവസം കെ ആർ അജയൻ ചെല്ലുമ്പോൾ കെ ആർ അജയൻ്റെ മുറി പൂട്ടിയിരിക്കുകയായിരുന്നു പറഞ്ഞ വാർത്താ മാധ്യമങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ദേശാഭിമാനിക്കകത്തുനിന്ന് വരുന്നതല്ലേ? എന്തായാലും കെ ആർ അജയനെ ആ എഡിറ്റോറിയൽ പേജിൻ്റെ എഡിറ്റർ സ്ഥാനത്തുനിന്ന് പിന്നെ ഒരു അച്ചടക്ക നടപടി എന്ന നിലയിൽ മാറ്റി എന്നുള്ള വാർത്തയും വന്നു. അതെല്ലാം ദേശാഭിമാനിക്കകത്തുനിന്ന് വന്ന വാർത്തയാണ്. അതെല്ലാം വലിയ വാർത്തകളായി മാറി. അതെല്ലാം വസ്തുതകളാണ് എന്നുള്ളത് ശരിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു യുക്തി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ദേശാഭിമാനിക്കകത്തുനിന്ന് വന്ന വാർത്തകളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ട് പിറ്റേ ദിവസം ശ്രീമതി എം സ്വരാജ് മാധ്യമങ്ങളെ കാണുന്നത്. ആ എം സ്വരാജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനി നമുക്ക് ഒന്ന് കാണാം. ആദ്യം അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് പ്രചരിപ്പിച്ചു. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മാറി മാറി വന്ന വാർത്തകളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന പ്രചാരവേല ശക്തിപ്പെടുത്തി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പതിയെ ഒഴിഞ്ഞു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട 2 പത്രങ്ങളിൽ ഈ ആരോപണത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും പത്രം അച്ചടിച്ചിട്ടില്ല എന്നത് ശരിയല്ല എന്ന് സൂചിപ്പിക്കും. പത്രം അച്ചടിച്ചിട്ടില്ല, അച്ചടിച്ചത് വിതരണം ചെയ്യാത്തതല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. 2 VS-ന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന നിലയിലാണ് വലിയൊരാഘോഷം നടന്നത്. അത് ഏതൊക്കെ രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടു. പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോയി. മൂന്നാമത് വന്നതാണ് ഒരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഒഴിവാക്കിയത് കൊണ്ടാണ് പത്രം അച്ചടിക്കാൻ കഴിയാതിരുന്നത് എന്ന നിലയിലാണ് വാർത്ത. ഇതെല്ലാം തെറ്റാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഒന്ന്, പത്രം അച്ചടിച്ച് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റ്. ഞങ്ങൾ അച്ചടിച്ചിട്ടില്ല. 2, VS-ന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന ആരോപണം തെറ്റ്. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടേയില്ല. 3, ഈ പറയപ്പെട്ട ലേഖനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന്. അതും പൂർണ്ണമായി തെറ്റ്. പത്രം ഒരു ദിവസം അച്ചടിക്കാൻ വൈകി എന്നത് അന്ന് പറഞ്ഞതുപോലെ വിശദീകരിച്ചതുപോലെ സാങ്കേതിക കാരണങ്ങളാലാണ്. അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സാങ്കേതിക കാരണം എന്ന് പോലും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. ഇതിന് മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിൽ ചിലർ പത്രം കൂടി നടത്തുന്നവരാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വാർത്തയോ വിവാദമോ ആകാറില്ല, ആകേണ്ട ആവശ്യവുമില്ല. പിന്നെ വന്നത് ഇങ്ങനെ ഒരു ലേഖനം ഉണ്ടോ എന്നതാണ്. അങ്ങനെ ഒരു ലേഖനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ്. അല്ലാതെ ആരെങ്കിലും അങ്ങനെ എഴുതിയില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ നിങ്ങളുടെ ചോദ്യം അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ട് പറയുകയാണ്. ഇങ്ങനെ ഒരു ലേഖനം ദേശാഭിമാനിയിൽ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല, ഉത്തരം പറയേണ്ടതുമില്ല. എന്തുകൊണ്ട്? വാരാന്തപ്പതിപ്പിലേക്ക് 100 കണക്കിന് സൃഷ്ടികൾ വരും. അത് ഏതൊക്കെ വന്നു അത് നിങ്ങളുടെ മുൻപിൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ പത്രത്തിൽ വരുന്ന കാര്യം. അതിൽ ചിലത് പ്രസിദ്ധീകരിക്കും, ചിലത് മാറ്റിവെക്കും, ചിലത് തിരിച്ചയക്കും. അതൊക്കെ ഞങ്ങളുടെ പത്രത്തിൻ്റെ അവകാശമല്ലേ? സുഹൃത്തുക്കളെ കണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. CPM-ന്റെ സെക്രട്ടേറിയറ്റിലുള്ള താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള, സാമാന്യം പ്രസംഗിക്കാൻ നല്ല കഴിവുള്ള, മികച്ച ഒരു വാഗ്മിയായ, നാളെയോ നാളെ കഴിഞ്ഞോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു നേതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എത്ര നട്ടാൽ കുരുക്കാത്ത നുണയാണ് ഇയാൾ തട്ടിവിടുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നട്ടാൽ കുരുക്കാത്ത നുണ, പച്ചക്കള്ളം അയാൾ തട്ടിവിടുകയാണ്. അയാൾ പറയുകയാണ് പിന്നെ ദേശാഭിമാനി അച്ചടിച്ചിട്ട് ഇറങ്ങി, അച്ചടിച്ചു പക്ഷേ ഇറക്കിയില്ല എന്ന് വാർത്ത വന്നു, അത് തെറ്റിപ്പോയി അയാൾ പറയുകയാണ്. 2, VS-നെതിരായിട്ട് VS-ന്റെ ഓർമ്മകൾ വരാതിരിക്കാൻ വേണ്ടി ആ ലേഖനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിവെച്ചത് എന്ന് ഉള്ള വാർത്ത വന്നു, അത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലൊരു ലേഖനം ദേശാഭിമാനിക്ക് കിട്ടിയോ എന്നുള്ളതാണ്. അവിടെ വരുമ്പോഴാണ് അയാൾ ഈ പറഞ്ഞ പോലെ അങ്ങേയറ്റം ഹിപ്പോക്രറ്റിക്കായിട്ടും അങ്ങേയറ്റം പച്ചക്കള്ളവും അവിടെയാണ് വെട്ടിവിളമ്പുന്നത്. ഇപ്പം ദേശാഭിമാനി അച്ചടിച്ചു എന്നിട്ട് പ്രസിദ്ധീകരിച്ചില്ല എന്ന് പറയുന്നത് തെറ്റായിപ്പോയി. അതിനകത്ത് പ്രസക്തിയില്ല, അത് അപ്രസക്തമായിട്ടുള്ള കാര്യമാണല്ലോ. അച്യുതാനന്ദൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വന്നത്, അതങ്ങനെയല്ല എന്ന് തെളിഞ്ഞു. ആയിക്കോട്ടെ, അതിന് കുറച്ച് പ്രസക്തി ഉണ്ടെങ്കിലും അത് നമുക്കൊരു ഭാഗ്യമായി അംഗീകരിച്ചു കൊടുക്കുക. പക്ഷെ പിന്നീട് അയാൾ പറയുന്നത് മുഴുവൻ നട്ടാൽ കുറുക്കാത്ത കല്ല് വെച്ച നുണകളല്ലേ സുഹൃത്തുക്കളെ അയാൾ പറയുന്നത്. അയാൾ പറയുകയാണ് അങ്ങനെ ഒരു ലേഖനം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പുറത്ത് പറയേണ്ട കാര്യം എന്താ,
ഞങ്ങൾക്ക് എത്ര ലേഖനങ്ങൾ അങ്ങനെ കിട്ടും, അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊടുക്കില്ല. അത് നിങ്ങളുടെ ഡെസ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറില്ലേ, നിങ്ങളതുപോലെ പുറത്ത് പറയാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നിന്നങ്ങ് മെഴുകുകയാണ്. ഇയാൾ പച്ചക്കള്ളം ഇയാൾ തട്ടിവിടുകയാണ്. എല്ലാവർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യമായ സാഹചര്യത്തിലാണ് ഇയാൾ ഈ പച്ചക്കള്ളങ്ങൾ തട്ടിവിടുന്നത്. ഈ വിഷയം മാധ്യമങ്ങളിൽ എത്തിയത് തന്നെ ദേശാഭിമാനിക്കകത്തുനിന്ന് കിട്ടിയതല്ലേ. വാരാന്ത്യ പതിപ്പ് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിവരം എവിടെ നിന്നാണ് വന്നത്? ദേശാഭിമാനിക്കകത്തുനിന്നല്ലേ സുഹൃത്തുക്കളെ വന്നത്. കള്ളൻ വിജയൻ എന്ന് പറഞ്ഞൊരു ലേഖനം അതിനകത്തുണ്ടായിരുന്നു. ഇത് തമ്മിലുള്ള താരതമ്യം കൊണ്ടാണ് ഇത് വന്നതെന്നും കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ലേഖനം മാറ്റിവെച്ചു എന്നുള്ള വിവരം എവിടെ നിന്നാണ് വന്നത്? ദേശാഭിമാനിക്കകത്തുനിന്നല്ലേ വന്നത്. ഇതിൻ്റെ എഡിറ്റോറിയൽ പേജിലെ എഡിറ്ററായിട്ടുള്ള KR അജയനോട് അയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. എവിടെ നിന്നാണ് ആ വാർത്ത വന്നത്? ദേശാഭിമാനിക്കകത്തുനിന്നല്ലേ വന്നത്. ആ വാർത്തയ്ക്ക് അയാൾ കൊടുത്ത മറുപടി എവിടെ നിന്നാണ് വന്നത്? ദേശാഭിമാനിയിൽ നിന്നല്ലേ വന്നത്. അയാൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അയാളുടെ മുറി പൂട്ടിക്കിടക്കുന്നു എന്നുള്ള വാർത്ത വന്നത് എവിടെ നിന്നാണ്? ദേശാഭിമാനിയിൽ നിന്നല്ലേ അത് വന്നത്. പിന്നെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞൊരു ലേഖനം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നത് പ്രസിദ്ധീകരിച്ചില്ലെന്നും രാജേഷ് സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഖനത്തിൻ്റെ ലേഖകൻ തന്നെ പറയുകയും ആ ലേഖനം അയാൾ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തതല്ലേ. ഇതെല്ലാം ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള പച്ചയായിട്ടുള്ള നഗ്നമായിട്ടുള്ള സത്യങ്ങളല്ലേ സുഹൃത്തുക്കളെ. ഈ സത്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോഴാണ് CPM-ന്റെ ഒരു നേതാവ് വന്നിട്ട് പച്ച നുണകൾ, നട്ടാൽ കുരുക്കാത്ത നുണകൾ, പിന്നെ ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പം പ്രായമായൊരു കള്ളം പറയുമെന്നുള്ളതല്ല, പക്ഷെ ചെറുപ്പക്കാരൊക്കെ ഇത്രയും ലജ്ജയും ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം, നട്ടാക്കുരുക്കാത്ത നുണ വെട്ടി വിളമ്പുക സുഹൃത്തുക്കളെ. അപ്പോൾ അതാണ് CPM-ന്റെ ഒരു ഗതികേട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. CPM-ലുള്ള ചെറുപ്പക്കാരും ഇത്തരം ചരക്കുകളാണ്, ഇത്തരം മെറ്റീരിയലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഇതുപോലുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി താഴോട്ടേ വളരുകയുള്ളൂ, ഈ പാർട്ടി മുങ്ങിപ്പോവുകയുള്ളൂ. ഈ പാർട്ടി മുങ്ങിപ്പോകുമ്പോൾ ഇതുപോലുള്ള പിന്നെ ചരക്കുകളൊക്കെ ചത്തു പൊങ്ങുകയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളൂ.